ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നേര് നേര് റിവ്യൂലോട്ടാണ്. ഡയറക്ടർ ജിത്തു ജോസഫ്. ജിത്തു ജോസഫിൻ്റെ സിനിമ നമുക്ക് കാണാൻ പോകുമ്പോൾ എല്ലാം ബ്ലാങ്കൊക്കെ വെച്ചേക്ക്. ജിത്തു ജോസഫിൻ്റെ സിനിമ നമ്മൾ കാണാൻ പോകുമ്പോൾ എന്ത് നോക്കട്ടെ, ഒരു കോടതി, അത്യാവശ്യം നമുക്ക് ത്രില്ലടിപ്പിച്ച് പോകാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഉള്ള ഒരു സിനിമ ഇതായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ പടത്തിലുണ്ട്. സിനിമയുടെ റിവ്യൂലോട്ട് പോകുകയാണെങ്കിൽ ജിത്തു ജോസഫിൻ്റെ കൂട്ട് തന്നെ ആ ഒരു മൂവിയുടെ കൂട്ടൊക്കെ തന്നെ ഒരു തുടക്കം എന്തെന്നറിയാലോ, ഒരു ട്രൈപ്പ് എന്തെങ്കിലുമൊക്കെ കാണും. അങ്ങനെ പോയി തുടക്കത്തിൽ തന്നെ നമുക്ക് കൊലയാളി മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എത്തിക്കൊണ്ട് പോകാൻ വേണ്ടി കേസുമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അവസാനം വിധി. ഇതാണ് ജിത്തു ജോസഫ്. പിന്നെ ഇതിനകത്ത് നമ്മളെ ത്രില്ലടിപ്പിക്കേണ്ട ഡയലോഗ്സ് എല്ലാം നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അനശ്വര രാജൻ. അനശ്വരയെ ഞാൻ തണ്ണീർമത്തൻ ദിനത്തിന് ശേഷം നല്ലൊരു റോളി കണ്ട ഒരു സിനിമ നേരാണ്. ബാക്കി ഇടയ്ക്ക് എല്ലാം വെറുപ്പിച്ച് ഉള്ള സിനിമകളെല്ലാം വെറുപ്പിച്ച്, എല്ലാം ഒന്നും ഞാൻ കണ്ടിട്ടില്ല, എങ്കിലും അത്യാവശ്യം കണ്ടതിലെല്ലാം വെറുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് നല്ല രീതി, എനിക്ക് അനശ്വരയുടെ പെർഫോമൻസ് നല്ല രീതിയിൽ കൊള്ളാമെന്ന് തോന്നി. പിന്നെ എടുത്ത് പറയേണ്ടത് ജഗദീഷ്, അനശ്വരയുടെ അച്ഛനായിട്ടുള്ള ജഗദീഷിൻ്റെ പെർഫോമൻസും നല്ലതായിട്ടുണ്ട്. പിന്നെ ലാലേട്ടനെ നമുക്ക് മാറി വരുന്നതിനുള്ളൊരു തെളിവ് ഇതിനകത്തോട്ട് വന്നിട്ടുണ്ട്. ലാലേട്ടൻ ഇൻട്രോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാസ്റ്ററിനകത്ത് JD-യുടെ ഒക്കെ കൂട്ട് ഒരു അവശനായിട്ട് എന്ന് വെച്ചാൽ ഒരു അലസനായിട്ട് കിടക്കുന്ന ഒരു ഇൻട്രോയാണ്. പക്ഷേ അത് നല്ല രസമായിട്ട് എനിക്ക് തോന്നി. പിന്നെ പടം സീരിയസ് ആയിട്ട് വരും തോറും മുറുകി വരുന്നത് അത് നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ദിഖിൻ്റെ ക്യാരക്ടറും സിദ്ദിഖ് നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രിയാമണിയെ ഇതിനകത്ത് എന്തിനാ കൊണ്ടുവന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒരു നടി വേണം, നടിക്ക് വേണ്ടി പിടിച്ചിട്ടതാണെന്ന് തോന്നുന്നു. അതായത് സിദ്ദിഖിൻ്റെ മകളായിട്ടാണ് ക്യാരക്ടർ. സിദ്ദിഖ് ഇതിനകത്ത് നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ WWE ഒക്കെ കൂട്ട് ഹാൻഡിക്യാപ്പ് മാച്ച് ഉണ്ട് WWE-ക്കകത്ത്. അപ്പോൾ ആ ഹാൻഡിക്യാപ്പ് മാച്ചിനകത്ത്, അതായത് 2-on-1 ഒക്കെ മാച്ചൊക്കെ വരുമ്പോൾ അങ്ങനെ ഓരോരുത്തർ കുഴയുമ്പോൾ പാസ് കൊടുത്തിട്ട് ബാക്കിയുള്ളവരെ കയറ്റാം. അപ്പോൾ അതിന് ലാലേട്ടൻ്റെ കൂടെ മത്സരിക്കാൻ സിദ്ദിഖിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ചെറിയൊരു ക്യാരക്ടറായിട്ടേ തോന്നിയുള്ളൂ. ഒരു നടിയായിട്ടൊന്നും എനിക്ക് വലിയ ഫീലായിട്ട് തോന്നിയില്ല. പിന്നെ ഇതിനകത്ത് പ്രിയമണി ഇല്ലെങ്കിലും നല്ല രീതിയിൽ പടം മുന്നോട്ട് പോയേനെ. പിന്നെ എടുത്ത് പറയേണ്ടത്, ഇതിനകത്ത് ഒരു ഷോട്ടുണ്ട്. ലാലേട്ടൻ കോടതിയിലോട്ട് വരുമ്പം നമ്മുടെ ഡോറിനകത്ത് മിററിൻ്റെ ആ സൈഡിൽ ക്യാമറ വെച്ചൊരു ഷോട്ടുണ്ട്. പിന്നെ ഇറങ്ങുമ്പോൾ അത് അവരെടുത്തുകൊണ്ട് പോകുന്ന കണ്ടിന്യൂസ് ഷോട്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജിത്തു ജോസഫിൻ്റെ കണ്ടിന്യൂസ് ഷോട്ടൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കോടതിയിലാണെങ്കിൽ ക്ലോക്കൊക്കെ വെച്ചേക്കുന്നത് നോക്കുവാണെങ്കിൽ നമുക്ക് ക്ലോക്ക് വെച്ചേക്കുന്നത് നോക്കുവാണെങ്കിൽ സെക്കൻഡ് സൂചി ഇല്ലാതെ നമുക്ക് അത്ര ഇതാവത്തില്ല, നമുക്കൊന്ന് കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് തോന്നത്തില്ല. പക്ഷേ അത് നല്ല രീതിയിൽ നല്ലൊരു തിങ്കിങ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ആക്ടർ നന്ദു ഇല്ലായിരുന്നെങ്കിൽ, നന്ദു ഒരു നല്ല വക്കീലായിരുന്നെങ്കിൽ ലാലേട്ടൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. നന്ദുവിൻ്റെ ഒരു കോമഡി ആയിട്ടൊക്കെ കൊണ്ടുവന്നേക്കുന്നത്. കാരണം കോടതിക്കകത്ത് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം ബാക്കി വായിക്കാനൊക്കെ പറയും, വായിപ്പിച്ചതിൻ്റെ ബാക്കി വായിക്കാൻ. അപ്പോൾ അങ്ങനെ തപ്പി കിടന്ന് പറയുന്നതിൻ്റെ വിട്ട് ഉള്ള ഒരു റോൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നന്ദു ഇപ്പം നല്ലൊരു വക്കീലായിരുന്നെങ്കിൽ ഇപ്പം ഈ കഥ ഇവിടെ വരെ ഒന്നും പോകത്തില്ലായിരുന്നു. സിദ്ദിഖും പ്രിയാമണിയും കൂടെ വന്നിറങ്ങുന്നൊരു സീനുണ്ട് പ്ലെയിനിൽ. അത് നമ്മൾ സാധാരണ സിനിമയൊക്കെ നോക്കുമ്പോൾ അറിയാം, ഒന്നീ അവർ വരുന്നത് നോക്കുവാണെങ്കിൽ ഒരു പ്ലെയിൻ്റെ ലോങ് ഷോട്ട് കാണിക്കുമായിരിക്കും. അത് മതിയായിരുന്നു. ഇതാണെങ്കിൽ ചുമ്മാതെ വെറുതെ ഒരു ബൈൻഡ് വണ്ടി, അപ്പോൾ വിമാനത്തിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ബൈൻഡ് വെക്കാമെന്ന് നമുക്ക് തോന്നും. ബൈൻഡ് കൊണ്ടുവന്നിട്ട് അതിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നതിൻ്റെ കൂട്ടൊരു തോന്നി. അത് ഇച്ചിരി വലിയ രീതിയിൽ മനസ്സിലാവത്തില്ല, എങ്കിലും കൂടുതൽ സിനിമ ശ്രദ്ധിക്കുന്നവർക്കത് പിടികിട്ടും. ആശീർവാദിൻ്റെ സിനിമയിലെല്ലാം ആൻ്റണി പെരുമ്പാവൂരിനെ കൊണ്ടുവന്നതിൻ്റെ കൂട്ട് ഇതിനകത്ത് ഒരു ആൻ്റണി പെരുമ്പാവൂർ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിനെക്കാട്ടിലും പുള്ളിക്ക് ഇച്ചിരി നല്ല ലുക്കായിട്ടൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, നല്ലൊരു ലുക്കായിട്ട് അത് പറ്റിയിട്ടുണ്ട്. ഇൻസ്പെക്ടറായിട്ട് KB ഗണേഷ് കുമാറുണ്ട്, പത്തനാപുരം MLA. സിനിമയിലൊക്കെ അഭിനയിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. പിന്നെ ഈ മഞ്ചള്ളൂർ കുണ്ടയം റോഡ് അതെല്ലാം നിങ്ങൾ തന്നെയാണ് കുഴിച്ചിട്ടേക്കുന്നത്. അതും കൂടെ ഒന്ന് നേരെയൊക്കെ നല്ലതായിരിക്കും. ഞാനും ഒരു പത്തനാപുരംകാരനാണ്. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലായിരുന്നാൽ നല്ലതായിരിക്കും. പുള്ളി നല്ലോണം ഇതിനകത്ത് പുള്ളിക്കറിയാമെന്ന് പറഞ്ഞാൽ, ദൃശ്യത്തിനകത്ത് പോലീസാണ്, ഇതിനകത്ത് പോലീസുണ്ട്. പക്ഷേ പുള്ളിക്ക് ഇതിനകത്തൊക്കെ വരുമ്പോൾ പഴയതിനകത്തൊക്കെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും ഇതിനകത്തൊക്കെ പോലീസിൻ്റെ ഒരു ഫിസിക്കലൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ഒരു ഫിസിക്കൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എങ്കിലും പുള്ളി നല്ലോണം ക്യാരക്ടർ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ടോട്ടലി മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു ദൃശ്യം. എനിക്ക് വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ, എനിക്ക് ജിത്തു ജോസഫിന് ഈ നേരിൻ്റെ സ്റ്റോറി കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നേരിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ദൃശ്യത്തിനകത്ത് ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്. മീനയുടെ കുടുംബത്തെ കയറി എന്ന് വെച്ചാൽ റോഷന് പകരം ഇതിനകത്ത് വേറൊരു പുള്ളി, റോഷൻ്റെ ലാലേട്ടൻ്റെ മോളെ റേപ്പ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അതിനകത്ത് മറ്റവരെല്ലാം കൂടെ തടയുമ്പോഴാണല്ലോ റോഷൻ ചാവുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു രീതിയിൽ വേറൊരു രീതിയിൽ ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു റേപ്പ് നടന്നാൽ ഉള്ള ഒരു രീതി ഉണ്ടല്ലോ ദൃശ്യത്തിനകത്ത്, അത് കഴിഞ്ഞിട്ട്
ആ ഒരു തീമിനെ എടുത്ത് സ്റ്റോറി ആക്കിയാൽ എങ്ങനെ ഇരിക്കും. അതേപോലെ എനിക്ക് കണ്ടപ്പം തോന്നി. എല്ലാം ജിത്തു ജോസഫിൻ്റെ സിനിമയില്ലേ, അപ്പോൾ അത് എനിക്ക് തോന്നി. പിന്നെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല വാവ് എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും എനിക്ക് തോന്നിയില്ല. വാവ് എന്നും തോന്നിയില്ല. നമുക്ക് തുടക്കം തൊട്ട് അവസാനം വരെ നല്ല രീതിയിൽ നമുക്ക് കണ്ടിരിക്കാം. ചില ഡയലോഗ്സിൽ നമുക്ക് ഇഷ്ടപ്പെടും. അതെല്ലാം പെർഫോമൻസ് അനശ്വര നല്ലോണം വന്നിട്ടുണ്ട്. എല്ലാം വെച്ച് നല്ലൊരു പടം. പിന്നെ ഫാമിലിക്കൊക്കെ ഇത് കൂടുതലായിട്ട് വാവ് 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 എന്നൊക്കെ തോന്നുമായിരിക്കും. നമുക്ക് കൂടുതൽ അങ്ങനെ ജിത്തു ജോസഫിൻ്റെ ഒരു ഇത് വെച്ച് വാവ് എന്ന് തോന്നിയില്ല. പക്ഷേ നല്ലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ.